നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. സിനിമാ ലൊക്കേഷനിലെ ദുരനുഭവത്തിൽ നിയമ പോരാട്ടത്തിന് ഇല്ലെന്ന് നടി വിൻസി അലൂഷ്യസ്. എന്നാൽ സിനിമാ സംഘടനകളുടെ അന്വേഷണവുമായി സഹകരിക്കുമെന്നും ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗം ഇല്ലാതാകണമെന്നും വിൻസി പറഞ്ഞു. നടിയുടെ പരാതിയിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സിനിമാ സംഘടനകളുടെ യോഗങ്ങൾ പുരോഗമിക്കുകയാണ്. സിനിമാ സെറ്റിലെ ദുരനുഭവത്തിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് നടി വിൻസി അലോഷ്യസ്. എന്നാൽ സിനിമയ്ക്ക് പുറത്ത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകില്ലെന്നും വിൻസി അലോഷ്യസ് വ്യക്തമാക്കി. അന്വേഷണങ്ങൾ പരാതി കൊടുക്കാൻ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു ലീഗലി മൂവ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അന്വേഷണങ്ങൾ വരുമ്പം സഹകരിക്കാൻ ഐ എം റെഡി. ലഹരിക്കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് നടപടികൾ വന്നതിന് പിന്നാലെ തിരക്കിട്ട നടപടികളിലേക്കാണ് സിനിമാ സംഘടനകൾ കടന്നിരിക്കുന്നത്. സൂത്രവാക്യം സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതി യോഗത്തിനു ശേഷം ഫിലിം ചേംബറിന് ശുപാർശ കൈമാറും. ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. സിനിമയുടെ നിർമ്മാതാവിനെ ഫിലിം ചേംബർ വിളിച്ചു വരുത്തി. ലൊക്കേഷനിൽ വിൻസി ആരോടാണ് പരാതി പറഞ്ഞതെന്ന് അറിയില്ലെന്ന് സൂത്രവാക്യം നിർമ്മാതാവ് ശ്രീകാന്ത് കണ്ട്രകുള. I had a chat with Vinci and she mentioned that some of the people on the set knows about it. And I'm again mentioning the same thing. I genuinely don't know anything about it and no complaint was given. അമ്മ സംഘടനയ്ക്ക് നൽകിയ പരാതിയിൽ ഷൈൻ ടോം ചാക്കോ 3 അംഗ സമിതിക്ക് മുന്നിൽ വിശദീകരണം ഇതുവരെ നൽകിയിട്ടില്ല. 24 കൊച്ചി. ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ പോലീസ്. ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതിൽ ഷൈൻ നൽകിയ വിശദീകരണത്തിൽ പോലീസിന് തൃപ്തിയില്ല. ഷൈൻ ടോം ചാക്കോ നൽകിയ മൊഴികളും മറ്റ് തെളിവുകളും പരിശോധിച്ച ശേഷം വീണ്ടും നടനെ വിളിപ്പിക്കാനാണ് പോലീസിന്റെ ആലോചന. ഷൈൻ ടോം ചാക്കോക്കെതിരെ ചുമത്തിയിട്ടുള്ള FIR ദുർബലമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് മറികടക്കുന്നതിനായി തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഷൈൻ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. തുടർ അറസ്റ്റുകളുടെ കാര്യത്തിൽ തീരുമാനം പിന്നീടെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. അന്വേഷണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ആ സാമ്പിൾസ് എല്ലാം FSLലേക്ക് അയച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് വന്നിട്ട് ശേഷം നമുക്ക് ആവശ്യമുള്ള നടപടിക്രമങ്ങൾ എടുക്കും. ഷൈൻ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. എന്നാൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നതിനെ തുടർന്നാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയതെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്നാണ് സംശയം. കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷമാകും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഷൈനുമായി ലഹരി ഇടപാട് നടത്തിയ സജീറിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാണ്. ലഹരി ഉപയോഗം മാത്രമല്ല, ഷൈൻ ടോം ചാക്കോക്ക് ഡ്രഗ് പെഡ്ലേഴ്സുമായുള്ള ബന്ധത്തിന്റെ വേരുകൾ കൂടി പോലീസ് അന്വേഷിക്കുകയാണ്. അതൊരു പക്ഷേ സിനിമാ മേഖലയിലേക്ക് കൂടി കടന്നേക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് 5 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയക്കും. 2 നടന്മാർക്ക് ലഹരി കൈമാറി എന്ന് കേസിലെ പ്രതികൾ മൊഴി നൽകിയിരുന്നു. കേസിലെ 3 പ്രതികളെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. സുൽത്താനെയും ഫിറോസിനെയും ആലപ്പുഴ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചു. തസ്ലീമ സുൽത്താനെ കൂടി കോടതിയിൽ എത്തിച്ച ശേഷം മൂവരെയും എക്സൈസിന് കസ്റ്റഡിയിലെടുക്കാം. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് കാലിക്കടവിൽ സംസ്ഥാനതല ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഘട്ടത്തിലും കേന്ദ്രം സഹായിച്ചില്ലെന്നും കേന്ദ്രം അവഗണിക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. വികസന പദ്ധതികൾ എണ്ണിപ്പറഞ്ഞാണ് സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കമിട്ടത്. ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേള സന്ദർശിച്ചു. കേന്ദ്ര സർക്കാർ ഒരു ഘട്ടത്തിലും സഹായിച്ചില്ലെന്നും കേന്ദ്രത്തിന് നശീകരണ വികാരമെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനം. കേന്ദ്രം അവഗണിക്കുമ്പോൾ പ്രതിപക്ഷം അവർക്കൊപ്പം നിന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കാഞ്ഞങ്ങാട് ബേക്കൽ ക്ലബ്ബിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി മുഖ്യമന്ത്രി സംവദിച്ചു. നടക്കില്ലെന്ന് കരുതിയ പദ്ധതികൾ LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ നടക്കില്ല
എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് തകരാൻ പറ്റില്ല. നമ്മുടെ നാടിന് ഇനിയും പുരോഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നവകേരളത്തിന്റെ യാത്രയിലാണ് നാം. ഒരുപാട് പുരോഗതികൾ നാം നേടിയിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാനുള്ള നാഴികക്കല്ലുകൾ ആ പുരോഗതിയുടെ ഭാഗമായി കാണാൻ കഴിയും. 500 പേർ പങ്കെടുത്ത പരിപാടിയിൽ നവകേരളവും ഭാവി വികസന പദ്ധതികളും ചർച്ചയായി. 40 ദിവസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടി തിരുവനന്തപുരത്താണ് സമാപിക്കുക. 24 കാസർഗോഡ്. സർക്കാരിന്റെ വാർഷികാഘോഷം ധൂർത്തെന്ന ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് കോടികളുടെ മാമാങ്കം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. എല്ലാ പദ്ധതികളും നടപ്പാക്കിയാണ് വാർഷികാഘോഷം എന്ന് പറഞ്ഞാണ് സർക്കാരിന്റെ പ്രതിരോധം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടെയുള്ള ആഘോഷം ധൂർത്തെന്ന് ചൂണ്ടിക്കാട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് പ്രതിപക്ഷം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 5 പൈസ കയ്യിലില്ലാത്തപ്പോഴാണ് മാമാങ്കമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വിമർശനം. അങ്ങ് ദേവിയത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാണ്. അങ്ങ് ചെയ്യേണ്ടത് ഈ മാമാങ്കം നടത്തില്ല എന്ന് പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരത്തിലിരിക്കുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർക്ക് ഈ പണം ഞങ്ങൾക്ക് അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ നീക്കിവെച്ചുകൊണ്ട് ഞങ്ങൾ ആഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നും പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ട്. കടം കയറി മുടിഞ്ഞ തറവാടിന്റെ കാരണവരാണ് പിണറായി വിജയനെന്ന് യു.ഡി.എഫ് കൺവീനർ എം.എം. ഹസനും മാമാങ്കത്തിന് യു.ഡി.എഫ് കൂട്ടുനിൽക്കില്ലെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. ആശാ വർക്കേഴ്സിന് 100 രൂപ കൂട്ടിക്കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് വാർഷികം ആഘോഷിക്കുന്നതെന്ന് ബി.ജെ.പിയും കുറ്റപ്പെടുത്തി. വാഗ്ദാനം ചെയ്തതെല്ലാം നടപ്പാക്കിയാണ് ആഘോഷമെന്നാണ് ആരോപണങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി. തെറ്റായ കണക്കുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഗവൺമെന്റിന്റെ കാലയളവിലും നിങ്ങളെടുത്ത് നോക്കിക്കോ, 2011 മുതൽ 16 വരെ ഗവൺമെന്റ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുമായി ബന്ധപ്പെട്ട് PRDക്ക് ചെലവഴിച്ച പണം എത്രയാണ്? അന്നത്തെ തുകയുടെ നാണയത്തിന്റെ പ്രത്യേകതകൾ വെച്ച് നോക്കിയാൽ ഇതിനേക്കാൾ കൂടുതലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 കോടി രൂപ മുടക്കിയാണ് സർക്കാർ വാർഷികാഘോഷമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ജില്ലകളിലെ പന്തൽ നിർമ്മാണത്തിന് മാത്രം 40 കോടിയിലേറെ രൂപ ചിലവിടുന്നുവെന്നാണ് ആക്ഷേപം. 24 തിരുവനന്തപുരം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപകൽ സമരയാത്ര പ്രഖ്യാപിച്ച് ആശാ വർക്കേഴ്സ്. സമരത്തിലെ മിനിമം ആവശ്യങ്ങൾ പോലും സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെയ് 5 കാസർഗോഡ് നിന്ന് സമരയാത്രയ്ക്ക് തുടക്കമാകും. ജൂൺ 17 യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കും. MG പ്രതീഷുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രതീഷ്, അടുത്ത ഘട്ട സമരത്തിലേക്ക് ആശാ വർക്കേഴ്സ്, വിവരങ്ങൾ. ഉന്മേഷ, പിണറായി സർക്കാർ വാർഷികാഘോഷങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് 4ാം ഘട്ട സമരം ആശാ വർക്കർമാർ പ്രഖ്യാപിച്ചത്. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തീരുമാനം കൂടിയാണ്. അതായത് രാപ്പകൽ ഒരു സമരയാത്രയാണ് ആശാ വർക്കർമാർ നടത്താൻ പോകുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന രാപ്പകൽ സമരയാത്രയായിരിക്കും നടക്കുന്നത്. അത് മെയ് 5 ഈ യാത്ര ആരംഭിക്കുന്നത്. മെയ് 5 കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര ജൂൺ 17 തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രീതിയിലായിരിക്കും ഈ യാത്ര ഉണ്ടാവുക എന്നതാണ് ആശാ വർക്കർമാർ അറിയിച്ചിരിക്കുന്ന കാര്യം. മെയ് 1 ലോക തൊഴിലാളി ദിനത്തിൽ ഇതിന്റെ ഭാഗമായുള്ള ഫ്ളാഗ് ഓഫ് ചടങ്ങ് നടക്കുമെന്നും ആശാ വർക്കർമാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ സെക്രട്ടേറിയറ്റിൽ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം തുടരുന്നുണ്ട്. അതിന് സമാനമായി തന്നെ ഈ സമരയാത്രയിൽ പങ്കെടുക്കുന്ന ആശാ വർക്കർമാർ ഈ നട റോഡിലായിരിക്കും ഈ രാത്രി അന്തിയുറങ്ങുക എന്ന് ഇവർ വാർത്താക്കുറിപ്പിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തം ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ ആശാ സമരം അല്ലെങ്കിൽ ഈ സമരയാത്ര നടത്തുക എന്നതാണ് ആശമാർ അറിയിച്ചിരിക്കുന്ന കാര്യം. ഓരോ ജില്ലകളിലും 2 മുതൽ 3 ദിവസം വരെ ആയിരിക്കും ഈ യാത്ര ഉണ്ടാകുന്നത്. ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സമ്മേളന പരിപാടികളും ആശാ വർക്കർമാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും അവർ മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങളിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ചുകൂടി ശക്തമായ ഒരു സമര പരിപാടിയിലേക്ക് കടക്കാൻ ആശമാരെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓണറേറിയം 14,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഇതിൽ സർക്കാർ തീരുമാനം എത്രയും വേഗം എടുക്കണമെന്നതായിരുന്നു ആശമാരുടെ ആവശ്യം. പക്ഷേ സർക്കാർ അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. ഒപ്പം തൊഴിൽ മന്ത്രിയടക്കം ആശമാരെ തള്ളുന്ന സാഹചര്യം കൂടി ഉണ്ടായതോടെയാണ് 4ാം ഘട്ട സമര പരിപാടികളിലേക്ക് ആശമാർ കടന്നത്. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് UDF പ്രവേശനത്തിൽ സമ്മർദ്ദം ശക്തമാക്കി തൃണമൂൽ കോൺഗ്രസ്. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുമായി PV അൻവറിന്റെ നിർണായക കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത് നടക്കും. PV അൻവർ തനിച്ച് UDFിലേക്ക് പോകില്ലെന്നും പാർട്ടിയായി തന്നെ മുന്നണി പ്രവേശനം അനുവദിക്കണമെന്നും KT അബ്ദുറഹ്മാൻ ആവശ്യപ്പെട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് UDF മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നതാണ്
തൃണമൂൽ കോൺഗ്രസിന്റെ ആവശ്യം. എന്നാൽ PV അൻവറിനെ UDF-ൽ എടുക്കാമെന്നും തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്കും ഹൈക്കമാൻഡ് എത്തിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ നീക്കുപോക്ക് TMC അംഗീകരിക്കുന്നില്ല. തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് തന്നെ മുന്നണിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് രാഷ്ട്രീയ തീരുമാനമെന്നും PV അൻവർ ഒറ്റയ്ക്ക് പോകില്ലെന്നും TMC മലപ്പുറം ജില്ലാ ചീഫ് കോർഡിനേറ്റർ KT അബ്ദുറഹ്മാൻ 24നോട്. ഈ 23-ാം തീയതി ചർച്ച നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ട് ബഹുമാന്യനായിട്ടുള്ള PV അൻവറിന്റെ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അതിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന് ഒറ്റയ്ക്ക് തൃണമൂൽ കോൺഗ്രസ് ഇല്ലാതെ UDF-ലേക്ക് പോകാൻ സാധിക്കില്ല. അൻവറിന്റെ പിന്തുണ UDF സ്വീകരിച്ചതാണെന്നും എല്ലാ കാര്യങ്ങളും അൻവറുമായി ചർച്ച ചെയ്യുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും അൻവർ പിന്തുണയ്ക്കുമെന്നും സതീശൻ അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ മുന്നണി പ്രവേശവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ വിശദമായ ചർച്ചകൾ അൻവർ ഞങ്ങളെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും അദ്ദേഹമായിട്ട് സംസാരിക്കും അടുത്ത ദിവസം. 23-ന് നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുന്നണി പ്രവേശനമില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിയാത്ത കോൺഗ്രസ് നേതൃത്വത്തിന് മറ്റൊരു കീറാമുട്ടിയായി തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം. വിപിൻ C വിജയൻ, 24 മലപ്പുറം. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ നിലമ്പൂർ ബൈപ്പാസിനെ ചൊല്ലി നേതാക്കൾ തമ്മിൽ വാക്പോര്. നിലമ്പൂർ ബൈപ്പാസ് സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണെന്നും നടപ്പാക്കുമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം 24നോട് പറഞ്ഞു. എന്നാൽ പണം അനുവദിച്ചുവെന്ന ഫ്ലെക്സുകൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടെന്നും ഒന്നും നടക്കില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് ഇസ്മയിൽ മൂത്തേടം തിരിച്ചടിച്ചു. 3 പതിറ്റാണ്ടായി നടപ്പാക്കാതെ കിടന്ന പദ്ധതിയാണ് നിലമ്പൂർ ബൈപ്പാസിന്റേത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം വർഷങ്ങളായി ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമായിരിക്കെയാണ് സർക്കാർ ധനാനുമതി നൽകിയത്. 228 കോടി രൂപ അനുവദിച്ചുവെന്നാണ് ധനമന്ത്രി അറിയിച്ചത്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയെന്നും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യുമെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം 24നോട്. ഈ പദ്ധതി കേരള ഗവൺമെന്റ് ഏറ്റെടുത്ത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. തീർച്ചയായിട്ടും ഇതൊന്നും പിന്മാറുന്ന പ്രശ്നമില്ല. ധനാനുമതി നൽകിയതിനു പിന്നാലെ സർക്കാരിനെ അഭിനന്ദിച്ച് ഫ്ലെക്സ് ബോർഡുകൾ നിലമ്പൂരിൽ ഉയർന്നിട്ടുണ്ട്. ബൈപ്പാസിന് പണം അനുവദിച്ച നിരവധി ഫ്ലെക്സുകൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടെന്നും ഫണ്ട് വരില്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് ഇസ്മയിൽ മൂത്തേടം പ്രതികരിച്ചു. ബൈപ്പാസിന് 227 കോടി 24 മണിക്കൂർ കൊണ്ട് പാസ്സാക്കി. പക്ഷെ അത് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഫ്ലെക്സ് കണ്ടാണ്. 2017 മുതൽ 25 വരെയുള്ള കാലത്ത് ഒരുപാട് ഫ്ലെക്സ് വന്ന ആ ബൈപ്പാസിന് 1500 കോടി ചെലവാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നാട്ടുകാർക്ക് കിട്ടിയിട്ടില്ല. UDF സ്ഥാനാർത്ഥി 35,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നും ഇസ്മയിൽ മൂത്തേടം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് LDF കാര്യമായി കടന്നിട്ടില്ലെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. 24 മലപ്പുറം. മുണ്ടക്കെ ചൂരൽമല പുനരധിവാസത്തിന് ഭൂമി ഏറ്റെടുത്തതിന് എതിരെ എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഭൂമി ഏറ്റെടുത്തത് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമില്ല എന്നായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വാദം. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരം സുപ്രീം കോടതിയിൽ തുടരുമോ അതോ ഹൈക്കോടതിയിലേക്ക് പോകാമോ എൽസ്റ്റൺ എസ്റ്റേറ്റിന്? വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കണം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വിശദമായ വാദം ഉന്നയിക്കാനാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മിക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടി തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഹർജി എന്നുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം അത് പര്യാപ്തമല്ല എന്നും 2013 നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാര തുക ലഭിക്കണം എന്നുമാണ് എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരിന്റെ നിലവിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നുമാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയെ വാദിച്ചത്. എന്നാൽ ഇതുവരെ ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചില്ലേ എന്നാണ് ആദ്യമേ തന്നെ സുപ്രീം കോടതി ആരാഞ്ഞത്. എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് നടപടികൾ പുരോഗമിക്കുന്നത് എന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഈ ഹർജി സുപ്രീം കോടതിയിൽ എത്തുന്നതിന് മുമ്പായി തന്നെ സംസ്ഥാന സർക്കാർ ഒരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. എന്തായാലും ഈ ഹർജി സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വിശദമായ വാദങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കാനാണ് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച്.
ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം. അംഗീകാരം നൽകുകയായിരുന്നു. സുപ്രീം കോടതിയുടെ മുമ്പിൽ കേരളം പറഞ്ഞു അവിടെ പൊസഷൻ എടുത്തു, ആവശ്യമായിട്ടുള്ള സംഖ്യ 42 കോടി രൂപ ഇതിനകം കോടതിയിൽ അടച്ചു, പൊസഷൻ ഏറ്റെടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. സ്റ്റേക്ക് ഒരു സ്റ്റേ ലഭ്യമാകാൻ, ഇടക്കാല ഉത്തരവിലൂടെ ഒരു സ്റ്റേ ലഭ്യമാകാനും അവരുടെ അഭിഭാഷകർ ശ്രമിച്ചുവെങ്കിലും കോടതി അതിനൊന്നും നിൽക്കാതെ ആ കേസ് ഡിസ്മിസ് ചെയ്തത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ ആളുകൾക്ക് മനസ്സിൽ കുളിർമഴ പെയ്യിക്കുന്ന ഒരു അനുഭവമാണ്. സർക്കാർ ഉറപ്പ് പറഞ്ഞിട്ടും ചില ആളുകളുടെ മനസ്സിലെങ്കിലും കോടതി കേസ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരാശങ്കയുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ശരിയല്ല, ഇനി ഒരാശങ്കയും വേണ്ട എന്നത് ബോധ്യപ്പെടാൻ നമുക്ക് പറ്റി. സർക്കാരിന് വേണ്ടി സീനിയർ അഡ്വക്കേറ്റായിട്ടുള്ള രഞ്ജിത്ത് കുമാറും കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള ഗോപാലകൃഷ്ണക്കുറുപ്പും സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള CK ശശിയും ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഹാജരായത്. കൃത്യമായി കേരളത്തിൻ്റെ വാദം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താനായി. അതുകൊണ്ട് എൽസ്റ്റോണിലെ ഭൂമിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു വിലക്കുമില്ലാത്ത വിധം, സ്റ്റേയോ മറ്റൊരു വിലക്കുമില്ലാത്ത വിധം അത് മുന്നോട്ട് പോകാൻ സൗകര്യമായി. അവിടെ പൊസഷൻ ഏറ്റെടുത്ത ഘട്ടം തന്നെ നിങ്ങൾക്കറിയാം. ഡിവിഷൻ ബെഞ്ച് ആദ്യം താൽക്കാലികമായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള പൊസഷനാണ് നൽകിയതെങ്കിൽ പിന്നീട് കോടതി പിരിയുന്ന അന്ന് ആ 17 കോടി രൂപ കൂടി കോടതിയിൽ മറ്റൊരു അക്കൗണ്ടായി കെട്ടിവെക്കാൻ പറഞ്ഞ് അന്നു രാത്രി തന്നെ ആ പൊസഷൻ ഏറ്റെടുത്ത് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിവേഗം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. 2025 തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2025 തന്നെ പണിയുന്ന വീടുകൾ പൂർണ്ണമായും പൂർത്തിയാക്കും. 2026 മാർച്ച് മാസത്തിനുള്ളിൽ വീടുകളോടൊപ്പം അനുബന്ധമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ, അംഗനവാടിയും കളിക്കളവും റോഡും ലൈബ്രറിയും എല്ലാം അടങ്ങുന്ന അനുബന്ധ പ്രവർത്തനങ്ങളും കൂടി പൂർത്തിയാക്കി ഒറ്റ വർഷക്കാലം കൊണ്ട് നാടിനിത് സമർപ്പിക്കും. 2025 പക്ഷേ വീടുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കും. സുപ്രീം കോടതിയുടെ വിധി ആശ്വാസകരമാണ്, സന്തോഷകരമാണ്, അഭിമാനകരമാണ്. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി തീരുമാനം, അതിൽ പ്രതികരിക്കുകയായിരുന്നു ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ആശ്വാസം. സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായം ദുരന്ത ബാധിതർക്ക് ലഭ്യമായി തുടങ്ങി. പട്ടികയിലുള്ള 29 പേർക്കാണ് 15 ലക്ഷം രൂപ വീതം എത്തിയത്. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപയുടെ ധനസഹായത്തിന് 31 പേരാണ് അർഹരായിരുന്നത്. ഇതിൽ 29 പേർക്ക് ധനസഹായം ലഭ്യമായി. കഴിഞ്ഞ വർഷം ജൂലൈയിലുണ്ടായ ഉരുൾപൊട്ടൽ ഒരാളുടെ ജീവൻ കവരുകയും മേഖലയിൽ കനത്ത നാശം വിതക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ വീട് നഷ്ടപ്പെട്ടതും വാസയോഗ്യമല്ലാതാവുകയും ചെയ്ത 92 കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റി. ഇതിൽ നിന്നാണ് 15 ലക്ഷം രൂപ ധനസഹായത്തിന് അർഹരായവരെ തെരഞ്ഞെടുത്തത്. പട്ടികയിൽ അനർഹർ കയറിക്കൂടിയെന്നും അർഹരായവരെ തഴഞ്ഞു എന്നുമുള്ള പരാതി നേരത്തെ ഉയർന്നിരുന്നു. 24 കോഴിക്കോട്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ SFIO കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ EDയുടെ അപേക്ഷ. വീണ ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊഴികളും കേസുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകളും വേണം എന്നാണ് ആവശ്യം. CMRL എക്സാലോജിക് കേസിൽ SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ED കുറ്റപത്രം വാങ്ങിയിരുന്നു. ഈ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. SFIO കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് ED ഇപ്പോൾ വീണ്ടും കേസുമായി മുന്നോട്ട് പോകുന്നുവെന്ന സൂചന നൽകുന്നത്. ഇപ്പോൾ ആവശ്യപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം ഇനി നോട്ടീസ് അയച്ച് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യുക. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പദ്ധതിയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാകും ED നടപടികൾ. 24 കൊച്ചി. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ലെന്ന് കഴിഞ്ഞ തവണ പരിഗണിച്ച ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയ ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം നൽകില്ല എന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകി എന്ന വാദം CMRLന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഉയർത്തിയ സാഹചര്യത്തിലാണ് കേസ് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിന് വിട്ടത്. കോടതി നിർദ്ദേശം മറികടന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം വേണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണം എന്നുമാണ് ആവശ്യം.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് നരിപ്പറ്റയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. ജനലുകൾ തകർത്തു, മരുന്നുകൾ നശിപ്പിച്ചു. മിഥില ബാലനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്ന്. മിഥില, ഇതാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ മിഥില? ഉന്മേഷ്, അത്തരം കാര്യങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ആരോഗ്യ കേന്ദ്രം തുറക്കാൻ വേണ്ടി എത്തിയ ജീവനക്കാരാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഈ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ കാര്യം കണ്ടത്. ജനൽ ഗ്രില്ലുകൾ തകർത്തിട്ടുണ്ട്. മാത്രമല്ല, ജനൽ ചില്ലുകൾ തകർത്ത് ഈ കേന്ദ്രത്തിനകത്ത് പ്രവേശിച്ച സാമൂഹ്യ വിരുദ്ധർ അവിടെ ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമല്ല ഈ കേന്ദ്രത്തിന് നേരെ. ഇതിനു മുൻപും ഈ കേന്ദ്രത്തിന് നേരെ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ കേന്ദ്രത്തിന് സമീപത്ത് വെച്ച് മദ്യപിക്കുന്ന ഒരു പ്രശ്നവുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇതിനു മുൻപും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ഈ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ കേന്ദ്രത്തിന് നേരെയുള്ളത്. എന്തുതന്നെയായാലും കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം കുറ്റ്യാടി പോലീസ് ഈ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉന്മേഷ്. ശരി മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മുതലപ്പുഴയിൽ അനിശ്ചിതകാല സമരം തുടരാൻ സംയുക്ത സമരസമിതി തീരുമാനം. കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിച്ച് മണൽക്കൂനകൾ നീക്കം ചെയ്താൽ മാത്രമേ പൊഴി മുറിക്കാൻ അനുവദിക്കൂ എന്നാണ് സമരസമിതിയുടെ നിലപാട്. വിഷയത്തിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. മുതലപ്പുഴയിൽ മത്സ്യബന്ധനം നിലച്ചിട്ട് 12 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കൂടുതൽ മണൽക്കൂനകൾ നീക്കം ചെയ്താൽ മാത്രമേ പൊഴി മുറിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് സമരക്കാർ. ആ മണൽക്കൂനകൾ മാറ്റാത്ത പക്ഷം പൊഴി മുറിച്ചാൽ ഇത്രയും മണൽ വലിച്ചുകൊണ്ടുവന്ന് 10-15 മിനിറ്റിനുള്ളിൽ ഇവിടെ വയ്ക്കുകയും പൊഴി വീണ്ടും മൂടുന്ന ഒരവസ്ഥയിലുണ്ട്. ഇപ്പോൾ നിലവിലവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് 2 JCB ആണ്. ഈ 2 JCB ഒരിക്കലും പര്യാപ്തമല്ല. വിഷയത്തിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സ്ഥലം MLA വി ശശിയുടെ അനാസ്ഥ ആരോപിച്ച് യൂത്ത് കോൺഗ്രസും ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷനും MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. എന്നാൽ പൊഴി മുറിക്കണമെന്ന നിലപാടിൽ തുടരുകയാണ് സർക്കാർ. സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാനാണ് താൽപര്യമെന്നും ഏറ്റുമുട്ടലിന് സർക്കാർ ഇല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. മുനമ്പം കേസിൽ വാദം കേൾക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ നീട്ടി. അടുത്ത മാസം 27-നാണ് ഇനി വാദം കേൾക്കുക. ട്രൈബ്യൂണലിൽ നടക്കുന്ന കേസിൽ വിധി പറയുന്നത് അടുത്ത മാസം 26 വരെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വാദം കേൾക്കുന്നതിലെ അനൌചിത്യം ചൂണ്ടിക്കാട്ടി വാദം നീട്ടുകയായിരുന്നു. ഒപ്പം ട്രൈബ്യൂണൽ ജഡ്ജി രാജൻ തട്ടലിന്റെ സ്ഥലം മാറ്റവും വാദം നീട്ടിവെക്കുന്നതിന് കാരണമാണ്. അതേസമയം സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ട് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുനമ്പം സമരസമിതി അറിയിച്ചു. ഞങ്ങൾ 27-ാം തീയതിയിലേക്ക് വെക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ ഹൈക്കോടതിയിൽ നിന്നും നമുക്ക് സ്റ്റേ മാറിക്കിട്ടുകയാണെങ്കിൽ വാദം കേൾക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അപ്പോൾ നാളെ അതിനെപ്പറ്റിയിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും നാളെ എടുക്കും. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അടുത്ത 27-ാം തീയതിക്കുള്ളിൽ തന്നെ എടുക്കാമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഹൈക്കോടതിയിൽ നിന്നും ഓർഡർ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ ഇന്ന് തന്നെ തീരുമാനമെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടക്കും. അമേരിക്ക പ്രഖ്യാപിച്ച പകരച്ചുങ്കം ഉൾപ്പെടെ ചർച്ചയാകും. US വൈസ് പ്രസിഡന്റായ ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തിയ JD വാൻസിനും കുടുംബത്തിനും ഇന്ത്യയുടെ ഹൃദ്യമായ സ്വീകരണം. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഡൽഹി പാലം വിമാനത്താവളത്തിലെത്തി JD വാൻസിനെയും കുടുംബത്തെയും സ്വീകരിച്ചു. ഭാര്യയും ഇന്ത്യൻ വംശജയുമായ ഉഷ വാൻസിനും മക്കൾക്കുമൊപ്പമാണ് US വൈസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 6 മണിക്കാണ് കൂടിക്കാഴ്ച. ശേഷം പ്രധാനമന്ത്രിയുടെ വസതിയിലൊരുക്കുന്ന അത്താഴ വിരുന്നിൽ JD വാൻസും കുടുംബവും പങ്കെടുക്കും. US പ്രഖ്യാപിച്ചിരിക്കുന്ന പകരച്ചുങ്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം JD വാൻസും കുടുംബവും സന്ദർശിച്ചു. നാളെ ആഗ്രയിലെത്തി താജ്മഹലും ജയ്പൂരും സന്ദർശിക്കും. 24-ന് ജയ്പൂരിൽ നിന്ന് തിരികെ US മടങ്ങും.
വിനീത വി ജി, 24, ഡൽഹി.